ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി അരിനെല്ലിക്ക അച്ചാറാണ് കേട്ടോ. നെല്ലിപ്പുളി എന്നും ഇതിനൊരു പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തൊക്കെ പേരാണ് ഉള്ളതെങ്കിൽ അതെല്ലാം നിങ്ങൾ കമൻ്റ് അയക്കൂ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ഈ അരിനെല്ലിക്ക നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ആ ഭാഗത്തേക്കും നമുക്കൊരു പിടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗവും നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗവും തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് വെക്കാം. ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് അടുപ്പിലേക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാവുന്ന നേരത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽ മുളകിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളക് ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് 10 രൂപയുടെ ഒരു പാക്കറ്റ് അച്ചാർ പൊടി നമുക്കിട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചട്ടി നല്ല ചൂടാണെങ്കിൽ തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഞാൻ തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് അച്ചാറും പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിനായിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എന്നിട്ട് കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾക്കൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ അരിനെല്ലിക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിനെല്ലിക്ക ഉപ്പുവെള്ളം ഊറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നെല്ലിക്കയും ഉപ്പും കൂടി ഉള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നെല്ലിക്കയുടെ ഉപ്പുവെള്ളമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കാം. എല്ലാ ഭാഗത്തേക്കും നെല്ലിക്കയുടെ ആ മസാല എല്ലാം ഇറങ്ങുന്ന വിധത്തിൽ 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കാം. അങ്ങനെ നമ്മുടെ ഈ അരിനെല്ലിക്കയുടെ മീതെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് 2 മിനിറ്റ് നേരം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ചിലരിതിൽ വിനാഗിരി ഒന്നും ചേർക്കാറില്ല. ഇതിൻ്റെ പുളി തന്നെത്താനെ 2 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങുമെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ അധികമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വിനാഗിരി ഇല്ലെങ്കിൽ ഇത് കേടുവരും. അതുകൊണ്ട് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ കേടായി പോവും. അധികം ദിവസം വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള വിനാഗിരി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം.
വീണ്ടും കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയിൽ കിടന്ന് ഈ മസാല എല്ലാം നെല്ലിക്കയുടെ മുകളിൽ പിടിക്കണം. ആ വിധത്തിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം കണ്ടാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നെല്ലിക്കയുടെ മീതെ എല്ലാം മസാല പിടിച്ചിട്ടുണ്ടാവും. വളരെ രുചികരമായ ഒരു അച്ചാറാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ചൂടാറിയതിന് ശേഷം കാണുന്ന വീഡിയോ ആണിത്. നെല്ലിക്കയുടെ മുകളിലെല്ലാം മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു അച്ചാറാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.